ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് അതിപ്പോൾ ഇത്രയും നേരം എടുത്തത് നമ്മൾ എന്താണ് പാറ്റേൺ എങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ബേസിക് മാത്സ് എന്നുള്ളൊരു ഭാഗത്തേക്കാണ്. അതായത് നമ്മൾ വാല്യൂസ് ചെക്ക് ചെയ്യുന്നു, അത് പ്രൈം ഓർ നോട്ട്, അതേപോലെ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസിലേക്കാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാം, സാധാരണഗതിയിൽ ഒരു പ്രൈം നമ്പർ ചെക്ക് ചെയ്യുന്നത് തന്നെയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം. ആ പ്രോഗ്രാം മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ വരും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്പറേറ്റർ പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. സോ ഇറ്റ് ഈസ് മോഡുലസ് ഓപ്പറേറ്റർ. ഇതാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പേരാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ, മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത, മോഡുലസ് ഓപ്പറേറ്റർ വിൽ ഗിവ് ദ റിസൾട്ട്. ഇപ്പോൾ രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടെണ്ണം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ റിമൈൻഡർ, ആ റിമൈൻഡർ ആയിരിക്കും മോഡുലസ് ഓപ്പറേറ്റർ പോവുക. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ a ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. a ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 രണ്ടോട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള കോഷ്യൻ്റ് ആണ് എയിലേക്ക് പോവുക. ഓക്കെ, മീൻസ് ഇൻറ്റിജർ, അതായത് ഇൻറ്റിജർ ആയതുകൊണ്ട് 5 ഇൻറ്റിജർ ആണ്, 2 എന്നുള്ളതും ഇൻറ്റിജർ ആണ്. ഓക്കെ, 5 എന്നുള്ളത് ഒരു ഇൻറ്റിജർ ആണ്, 2 എന്നുള്ളത് ഇൻറ്റിജർ ആയതുകൊണ്ട് 5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിൽ വരുന്ന വാല്യൂ ഇറ്റ് വിൽ ബി 2 എന്നുള്ള വാല്യൂ ആയിരിക്കും എയിൽ വരാം. ഓക്കെ, 5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് വിൽ റിട്ടേൺ കോഷ്യന്റ്. ഓക്കെ, അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്നത് കോഷ്യന്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് if I am writing like this, b equal to 5 mod 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5നെ 2 കൊണ്ട് ഹരിച്ചതിന് ശേഷം ഡിവൈഡ് ചെയ്ത റിസൾട്ട് വരുന്ന റിമൈൻഡർ ആയിരിക്കും ബിയിലേക്ക് വരാം. അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിയിൽ കിട്ടുന്നത് റിമൈൻഡർ ആയിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത് 5 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോഷ്യന്റും 5 mod 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് റിമൈൻഡർ ആയിരിക്കും. ആൻഡ് another thing that you have to understand is this modulus function. Modulus function ആകെ integer valuesന്റെ ഒപ്പം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. You can write 5 mod 2. 5 mod 2.5 എന്നുള്ള വാല്യൂ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ 5.2 ഡിവൈഡഡ് ബൈ mod 2 എന്നുള്ളതും ചെയ്യാൻ പറ്റില്ല. കാരണം മോഡുലസ് ഓപ്പറേറ്റർ വിൽ വർക്ക് ഓൺലി ഓൺ ഇൻറ്റിജർ. അതായത് അതിൻ്റെ രണ്ട് ഓപ്പറേറ്റേഴ്സും മീൻസ് രണ്ട് ഓപ്പറൻസും ഇറ്റ് ഷുഡ് ബി ഇൻറ്റിജർ and the resultant also will be an integer. Okay, so its operands will be an integer and its result will be also an integer. Okay, ഇത്രയും കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ n കൊടുത്തു, അതുപോലെ തന്നെ i കൊടുത്തു. n-ന് ഇനീഷ്യൽ വാല്യൂ 5 കൊടുത്തു, i-ക്ക് ഇനീഷ്യൽ വാല്യൂ 2 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് c out quotient is എന്ന് പറഞ്ഞിട്ട് ഞാൻ a ഡിസ്പ്ലേ ചെയ്യുന്നു. അതേപോലെ തന്നെ റിമൈൻഡർ പറഞ്ഞിട്ട് ഞാൻ b. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ ഇത് രണ്ടും വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കോഷ്യന്റും റിമൈൻഡറും ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാം കമ്പൈൽ ചെയ്യുമ്പോൾ ഈക്വൽ ടു 5/2 ഈസ് നോട്ട് ഡിക്ലെയർ. എ എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല, ബി എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, എ കോമ ബി ഇതും ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് കമ്പൈൽ ഇറ്റ് അഗെയിൻ ചെയ്യുന്നു. കോഷ്യന്റ് ഈസ് 2 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, റിമൈൻഡർ ഈസ് 1. കോഷ്യന്റ് 2 ആണ്, റിമൈൻഡർ എന്താണ് 1 ആണ്.
കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഷ്യൻ്റ് ആയിട്ട് വരുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5/2 ബൈ ഡിവൈഡഡ് ബൈ സിമ്പിൾ യൂസ് ചെയ്യുക. റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് എന്നുള്ള ഒരു സിമ്പിൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 5mod 2 മോഡുലസ് എന്ന ഓപ്പറേറ്ററാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം മോഡ് ഇനി നമുക്ക് രണ്ട് നമ്പർ ഉണ്ട്, n എന്നുള്ള നമ്പർ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് n എന്നുള്ള നമ്പർ ഉണ്ട്, i എന്നുള്ള നമ്പർ ഉണ്ട്. ഓക്കെ, യു നീഡ് ടു ചെക്ക് വെദർ n ഈസ് എ ഫാക്ടർ ഓഫ് i. ഓക്കെ, അപ്പം ഞാൻ ഈ രണ്ട് വാല്യൂ നമുക്ക് യൂസ് ചെയ്യുന്ന സ്വീകരിക്കും. സോ ഐ എം റൈറ്റിംഗ് n, 5. ഓക്കെ, ഐ എം റൈറ്റിംഗ് c in ഒരു നമ്പർ n ആണ് ആൻഡ് അനദർ നമ്പർ ഈസ് i. എന്നും കൊടുത്തിട്ടുണ്ട്, ഐയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വെദർ ഇറ്റ് ഈസ് എ വാല്യൂ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം. ഞാൻ ജസ്റ്റ് റിമൈൻഡർ മാത്രം പ്രിന്റ് ചെയ്യുന്നു. ആൻഡ് റിമൈൻഡർ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഐ എന്നുള്ളതാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. കമ്പയർ ചെയ്തു, എററൊന്നുമില്ല. ചെയ്തു, ആദ്യത്തെ 5 എന്ന് കൊടുത്തു, രണ്ടാമത്തെ നമ്പർ 2 എന്ന് കൊടുത്തു, റിമൈൻഡർ ഈസ് 1. ഓക്കെ, ആദ്യത്തെ വാല്യൂ 5 എന്ന് കൊടുത്തു, രണ്ടാമത്തെ നമ്പർ 2 എന്ന് കൊടുത്തു, 5mod 2 റിമൈൻഡർ ഈസ് 1. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം റിമൈൻഡർ 1 ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ കൊടുക്കുന്ന n-ന് 2ഉം i-ക്ക് 5ഉം കൊടുക്കാമെന്ന് വിചാരിക്കാം. ദ വാല്യൂ ഓഫ് n 5 കൊടുക്കുന്നു, വാല്യൂ ഓഫ് n 2 കൊടുക്കുന്നു. അതായത് ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് യു ആർ ഡിവൈഡിങ് 2 ഡിവൈഡഡ് ബൈ 2 mod 5 ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 2 mod 5 ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 2 mod 5 ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 2-ൽ ഒരു പ്രാവശ്യം പോലും പോവില്ല. അപ്പോൾ കോഷ്യൻ്റ് എന്നുള്ളത് 0 ആയിരിക്കും. റിമൈൻഡർ 5 into 0 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റിമൈൻഡർ എത്രയായിരിക്കും? റിമൈൻഡർ 2 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വരാം. സ്മോൾ മോഡുലസ് ലാർജ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി സ്മോൾ നമ്പർ ആയിരിക്കും എപ്പോഴും ആൻസർ വരാം. ഓക്കെ, നമുക്ക് നോക്കാൻ വേണമെങ്കിൽ, അതായത് ഇപ്പോൾ n mod i ആണ് ചെയ്യുന്നത്, n mod i ആണ് ചെയ്യുന്നത്, n ചെറുതും i വലുതും കൊടുത്തു നോക്കാം. n ചെറുതും i വലുതും കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വീണ്ടും റൺ ചെയ്യുന്നു. n ചെറുത് ആദ്യത്തെ n, രണ്ടാമത്തെ വാല്യൂ i ആണ്, 5 കൊടുത്തു. കണ്ടോ, റിമൈൻഡർ ഈസ് 2. ഏത് നമ്പർ കൊടുത്താലും അങ്ങനെയാണ്. ഇപ്പോൾ 11 ആണ് n എന്നോട് വിചാരിക്കുക, ഐയുടെ വാല്യൂ 25 വിചാരിക്കുക. ഓക്കെ, സ്മോൾ മോഡ് ലാർജ് ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ആൻസർ എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും ഉത്തരം വരാം. ഓക്കെ, റിമൈൻഡർ ഈസ് 11 എപ്പോഴും അങ്ങനെയായിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് പലപ്പോഴും ഈ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ലാഭമായിരിക്കും. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ വിൽ ഗിവ് റിമൈൻഡർ. സ്മോൾ നമ്പർ മോഡുലസ് ലാർജ് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്മോൾ നമ്പർ ആയിരിക്കും എന്നുള്ള കാര്യം അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഈ രണ്ട് കാര്യം അറിഞ്ഞു. ഇനി വേറൊരു കാര്യം, അതായത് 4ഉം 2ഉം. ഓക്കെ, 4 ഒരു നമ്പറാണ്, 2 ഒരു നമ്പറാണ്. അപ്പോൾ 4ന്റെ ഫാക്ടർ ആണോ 2 എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് നോക്കിയാൽ മതി? 4 mod 2. 4നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ റിമൈൻഡർ എന്തായിരിക്കണം? റിമൈൻഡർ 0ആണ്. ഓക്കെ, 2 നമ്പർ എ എന്നുള്ള നമ്പറിനെ ബി എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് if the remainder is 0, then we can say that it is a factor. Okay, അതായത് if I am writing n mod i equal to 0 ആണെങ്കിൽ, n mod i equal to 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ i is a factor of n എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് if n mod i equal to 0 ആണെങ്കിൽ, n mod i equal to 0 ആണെങ്കിൽ we can say that i is a factor of n.
അതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ എ ബിയുടെ ഫാക്ടർ ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് നോക്കിയാൽ മതി? മോഡുലസ് ചെയ്ത് നോക്കിയാൽ മതി. മോഡുലസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ബിയുടെ ഫാക്ടർ ആണോ എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോഡിൽ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തുന്നു. ഞാൻ ജസ്റ്റ് എന്നിൻ്റെ വാല്യൂ മാത്രം ഞാൻ എടുക്കുന്നു. CNN യൂസറിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ മാത്രം ഞാൻ സ്വീകരിക്കുന്നു. ഓക്കെ, ഞാൻ ഒരു ചെറിയൊരു പ്രോഗ്രാം കോഡ് എഴുതാണ്. For int I equal to 1, നമുക്ക് തെറ്റായിട്ട് തുടങ്ങാം. ഓക്കെ, for int I equal to 0, I less than or equal to n, I plus plus എന്ന് കൊടുത്തു വിചാരിക്കും. ഓക്കെ, അതായത് I എന്നുള്ളത് ഐയുടെ വാല്യൂ എവിടെ നിന്ന് തുടങ്ങും? 0 നിന്ന് തുടങ്ങും. 0 നിന്ന് തുടങ്ങി എവിടെ വരെ പോകും? n എന്നുള്ള വാല്യൂ ഇൻക്ലൂഡിങ് n. അതായത് 5 എന്നാണെങ്കിൽ 0, 1, 2, 3, 4, 5. 5 ആണെങ്കിലും ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ചെയ്യാവുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കാം. ഇഫ് n mod I equal to 0 എന്ന് കൊടുത്തു. ഓക്കെ, ഇഫ് n mod I equal to 0, അതായത് n-ന്റെ ഫാക്ടർ ആണോ I, അതാണ് നമ്മൾ ഇവിടെ എഴുതിക്കുന്നത്. n mod I equal to 0 ആണെങ്കിൽ n-ന്റെ ഫാക്ടർ ആണ് അത് I. I is a factor of n. n-ന്റെ ഫാക്ടർ ആണ് I. ഓക്കെ, സോ ഇഫ് n mod I equal to 0 ആണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കുന്നു? cout I എന്നുള്ളത് ഞാൻ പ്രിന്റ് ചെയ്യുന്നു. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എൻഡ് ലൈൻ കൊടുക്കുന്നു. അതായത് ആ ലൈൻ അവിടെ അവസാനിക്കാൻ വേണ്ടി താഴെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു വെറുതെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. ഫാക്ടേഴ്സ് പറഞ്ഞിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഒരു പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പ്രോഗ്രാം റൺ ചെയ്താൽ നമുക്ക് n-ന്റെ വാല്യൂ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ നിങ്ങൾക്കൊരു എറർ ആയിരിക്കും വരാം. ഈ പ്രോഗ്രാം റൺ ചെയ്താൽ നിങ്ങൾക്ക് വരുന്നത് ഒരു എറർ ആയിരിക്കും വരാം. എന്തുകൊണ്ടാണ് എറർ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ ഇനീഷ്യലി 0 ആണ്. ഓക്കെ, ഐയുടെ വാല്യൂ ഇനീഷ്യലി 0 ആണ്. എന്താ എറർ വരാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നു, ഇതേ പ്രോഗ്രാം കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇത് നോക്കണ്ട, ഇത് cout എൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ln ഇല്ല, എൻ്റെ l മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ അകത്ത് 5 എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സെപ്ഷൻ എന്നാണ് വരുന്നത്. ഈ ഒരു എററാണ് വരുന്നത്. ഈ എറർ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സെപ്ഷൻ ആണ്. ഈ എക്സെപ്ഷൻ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഐയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഫസ്റ്റ് ഐയുടെ വാല്യൂ 0 ആണ്. സോ ഇഫ് ഐ എം റൈറ്റിംഗ് n mod I എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n ഡിവൈഡഡ് ബൈ I എന്നുള്ള വാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് നോക്കുന്നത്. n ഡിവൈഡഡ് ബൈ I എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n-ന്റെ വാല്യൂ 5 ആണെങ്കിൽ 5 ഡിവൈഡഡ് ബൈ I, ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 0. ഒരു നമ്പറും നമുക്ക് 0 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ആൻസർ ഇറ്റ് വിൽ ബി ഇൻഫിനിറ്റി. ശരിയല്ലേ? എ നമ്പർ ഡിവൈഡ് ബൈ 0 ഈസ് ഓൾവേസ് ആൻ ഇൻഫിനിറ്റി. അതുകൊണ്ടാണ് ഇവിടെ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സെപ്ഷൻ വന്നത്. അപ്പോൾ പരമാവധി നമ്മൾ മോഡുലസ് ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൂപ്പാണ് കൊടുക്കുന്നതെങ്കിൽ ഐയുടെ വാല്യൂ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എൽസ് ദർ വിൽ ബി ആൻ എക്സെപ്ഷൻ. ഓക്കെ, എക്സെപ്ഷൻ ഉണ്ടാവും, കാരണം ഡിവൈഡഡ് ബൈ 0 എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സമയത്ത് നമ്മൾ എപ്പോഴും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ I equal to 1 ആണ് എന്നുള്ളത്, I equal to 0 അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 0 എന്നുള്ള കണ്ടീഷൻ വരില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. ഓക്കെ, എന്നാ പ്രോഗ്രാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. വളരെ എളുപ്പമുള്ള പ്രോഗ്രാമാണ്. ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. അപ്പം n-ന്റെ മോഡുലസ് n mod I, അതായത് n-നെ n-ന്റെ ഫാക്ടർ ആണോ I എന്ന് ചെക്ക് ചെയ്യുന്നു. n-ന്റെ ഫാക്ടർ ആണ് I എങ്കിൽ I ഡിസ്പ്ലേ ചെയ്യുന്നു. പിന്നെയും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. അഗെയിൻ n-ന്റെ ഫാക്ടർ ആണോ I എന്ന് നോക്കുന്നു. ഐയുടെ വാല്യൂ 2 ആണ്. n-ന്റെ ഫാക്ടർ ആണോ I എന്ന് നോക്കുന്നു. n-ന്റെ ഫാക്ടർ ആണ് I എങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു? I ഡിസ്പ്ലേ ചെയ്യുന്നു. n-ന്റെ ഫാക്ടർ അല്ല I എങ്കിൽ എൽസ് പാർട്ട് നമ്മൾ എഴുതിയിട്ടില്ല, അതായത് ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല.
ഓക്കെ, ഒന്നും ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നിൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഫാക്ടർ ആണെങ്കിൽ എന്തുണ്ടാവും? ഫാക്ടർ ആണെങ്കിൽ ആ ഫാക്ടർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് നമ്പർ കൊടുത്താലും എനിക്കിപ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എററൊന്നും വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നു. ആൻഡ് ഞാൻ കൊടുക്കുന്നത് 5 ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടി? ഫാക്ടേഴ്സ് ആർ 1 and 5. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് 1 and 5. ഓക്കെ, ഞാൻ കൊടുക്കുന്നത് 1 2 3 5 6 എന്നുള്ള നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് മുഴുവൻ കിട്ടും. 1 2 5 6 5 1 2 5 6 5 എന്നുള്ളതിൻ്റെ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും. 1 എന്നുള്ള ഫാക്ടറാണ്, 5 എന്നുള്ള ഫാക്ടറാണ്, 7 35 359 1795 2513 12565. ഇതൊക്കെയാണ് ഇത് വരുന്നത്, ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏത് നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ കോഡ് മതി. കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഫാക്ടേഴ്സ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചോദിക്കുകയാണ്, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് പ്രൈം നമ്പർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്താണ് പ്രൈം നമ്പർ എന്ന് നോക്കണം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ പ്രൈം നമ്പർ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയുകയാണെങ്കിൽ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. വാട്ട് ഡു യു മീൻ ബൈ പ്രൈം നമ്പർ? വാട്ട് ഈസ് എ പ്രൈം നമ്പർ? എന്താണ് പ്രൈം നമ്പർ? പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈം നമ്പർ ഈസ് എ നമ്പർ വിച്ച് ഡസ് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടർ മാത്രമുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ 2 നമ്പർ മാത്രം ഫാക്ടേഴ്സ് ഉള്ളത്, 2 നമ്പർ മാത്രം ഫാക്ടേഴ്സ് ഉള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നു, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം റൺ ചെയ്തു, ഒരു നമ്പർ വെച്ച് റൺ ചെയ്തു. അവിടെ ഈ ഭാഗത്ത്, അതായത് ഇതാണ് എന്ത് വരുന്നത്? ഫാക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ഫാക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് 2 എണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ, 2 എണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു പ്രൈം നമ്പർ ആണെന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ, എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ 3 6 8 ഫാക്ടേഴ്സിന് പകരം ഇവിടെ ഇപ്പോൾ 2 ഫാക്ടേഴ്സ് ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രൈം നമ്പർ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 5. ഇപ്പോൾ നമുക്ക് 5 എന്നുള്ള നമ്പർ, 5-ന് ആകെ 2 ഫാക്ടേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് എന്ത് നമ്പറാണ്? അത് പ്രൈം നമ്പറാണ്. വളരെ എളുപ്പമാണ് അല്ലേ? 5 എന്നുള്ളത് അതിന് ആകെ 2 ഫാക്ടേഴ്സ് ഉള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് എ പ്രൈം നമ്പർ. അപ്പോൾ ഈ ഭാഗത്ത് ഇത് ഏതാ ഭാഗം? ഈ ഭാഗം വരുന്നത് നമ്മുടെ സി ഔട്ടാണ്. ശരിയല്ലേ? സി ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഭാഗം ആകെ 2 പ്രാവശ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ, അല്ലേ? സി ഔട്ട് വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇത് ആകെ 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഇത് പ്രൈം നമ്പർ ആണ് എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ പ്രോഗ്രാമിൽ പറയുകയാണെങ്കിൽ i = 1 to n ചെക്ക് ചെയ്യുന്നു. ഇത് n mod i, അതായത് എത്ര ഫാക്ടർ ആണോ എന്ന് നോക്കുന്നു. i ഫാക്ടർ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വരും. ഇതിൻ്റെ അകത്ത് ആകെ 2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ എങ്കിൽ we can say that the given number is a prime number. ഓക്കെ, നമുക്ക് കിട്ടുന്ന നമ്പർ എന്ത് നമ്പറാണ്? പ്രൈം നമ്പർ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു കൗണ്ടർ പോലെ ജസ്റ്റ് ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ്, യാതൊരു വ്യത്യാസമില്ല, ഭയങ്കര സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഞാൻ ഒരു ഇൻറ്റിജർ വേരിയബിൾ കൊടുക്കുന്നു. ഞാൻ വെറുതെ കൗണ്ട് എന്നുള്ള ഒരു ഇൻറ്റിജർ വേരിയബിൾ കൊടുക്കുന്നു. അപ്പോൾ കൗണ്ട് ഒന്നും കൊടുക്കണ്ട, ഇപ്പോൾ ഞാൻ സി മാത്രം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകതയുള്ള വേരിയബിൾ ഒന്നല്ല, അതൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. ഇനീഷ്യലി ഞാൻ 0 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ സിന്ന് തന്നെ കൊടുത്തു, ഞാൻ കൗണ്ട് ഒന്ന് കൊടുത്തു. കുറച്ചുകൂടി ഭംഗിക്ക് എടുക്കാൻ വേണ്ടി മാത്രം കൗണ്ട് കൊടുത്തേ. കൗണ്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ കൗണ്ട് ഒന്ന് കൊടുത്തു. അപ്പം ഞാൻ ഇതാണ് ഇവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു എന്ന് അറിയണ്ടേ. അപ്പം ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? ഞാനിവിടെ കൊടുത്തു കൗണ്ട് പ്ലസ് എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ എന്തുണ്ടാവുക? ആദ്യം കൗണ്ടിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ? ആദ്യം കൗണ്ടിൻ്റെ വാല്യൂ 0 ആണ്.
എന്നിന്റെ ഫാക്ടറാണ് ഐ എങ്കിൽ മാത്രമേ ഈ ബോഡിയിലേക്ക് വരുള്ളൂ. ഈ ബോഡിയിലേക്ക് വരുന്നത് എപ്പോഴാണ്? എന്നിന്റെ ഫാക്ടറാണ് ഐ എങ്കിൽ മാത്രമേ ഈ ബോഡിക്കകത്ത് വരുള്ളൂ. ഓക്കെ, ഈ ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ഈ ബോഡിക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ കൗണ്ടിന്റെ വാല്യൂ എന്താവും? 0 ആയിരുന്നത് 1 ആവും. അപ്പോൾ വീണ്ടും കൗണ്ട് ഒന്നുകൂടി ഈ ബോഡിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൗണ്ടിന്റെ വാല്യൂ എന്താവും? 1 എന്നുള്ളത് 2 ആവും. വീണ്ടും ബോഡിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൗണ്ടിന്റെ വാല്യൂ 2 എന്നുള്ളത് എന്താവും? 3 ആവും. അപ്പോൾ ഈ എത്ര പ്രാവശ്യം ഈ ബോഡിയിലേക്ക് വന്നു എന്നുള്ള കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ കൗണ്ട് എന്നുള്ള വേരിയബിൾ കൊടുക്കുന്നത്. ഇനീഷ്യലി അതിന്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓരോ പ്രാവശ്യം ഈ ബോഡിയിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ പ്രാവശ്യം അതിനെ കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വേണ്ട, ഇവിടെയാണ് ഫോർ ലൂപ്പ് അവസാനിക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ വെച്ചാണ് ഫോർ ലൂപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് അതായത് 1 തൊട്ട് ആ നമ്പർ വരെ എല്ലാ നമ്പറും എടുത്ത് അത് മോഡുലസ് അതിന്റെ ഫാക്ടർ ആണോ എന്നെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം, ഫാക്ടർ ആണെങ്കിൽ നമ്മൾ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, ഫാക്ടർ ആണെങ്കിൽ നമ്മൾ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തു. ഫാക്ടർ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല, അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ ഫുൾ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഫോർ ലൂപ്പിന്റെ പുറത്ത് ഫുൾ ചെക്കിങ് കഴിഞ്ഞു, 1 തൊട്ട് ആ നമ്പർ അടക്കം എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ എവിടെ കിടക്കുന്നുണ്ട്? കൗണ്ട് എന്നുള്ള വേരിയബിളിൽ കിടക്കുന്നുണ്ട്. ശരിയല്ലേ? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, എത്ര പ്രാവശ്യം ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്തു, അത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കൗണ്ടിൻ്റെ അകത്ത് എന്ത് കിടക്കുന്നുണ്ട്? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രിന്റ് അല്ല, സോറി, ഞാൻ സി ഔട്ട് ചെയ്യുന്നു. സി ഔട്ട് കൗണ്ട് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുത്തു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ ഫാക്ടേഴ്സിന്റെ എണ്ണം തൽക്കാലം അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കമ്പൈൽ ചെയ്തു, എറർ ഒന്നുമില്ല. ഞാൻ 5 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം 1ഉം 5ഉം ആണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ 2. ശരിയാണ്, കണക്ക് ശരിയാണ്, 1, 2. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സാധനം കൊടുക്കാം, 1, 2, 5, 6, 5 എന്നുള്ള നമ്പർ കൊടുക്കാം. ഞാൻ ഇൻപുട്ടായിട്ട് 1, 2, 5, 6, 5 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാക്ടേഴ്സ് വന്നു. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ 8 ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8 ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള എണ്ണം നമുക്ക് കിട്ടി. ശരിയല്ലേ? എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള എണ്ണം നമുക്ക് കിട്ടി. നമ്മൾ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫാക്ടേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ ഈ ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം നമുക്കില്ല. അത് ഞാൻ കമന്റ് ചെയ്തു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, പിന്നെ പ്രൈം നമ്പർ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? അതിനാകെ 2 ഫാക്ടേഴ്സ് ഉള്ളൂ. ശരിയല്ലേ? പ്രൈം നമ്പർ ആണെങ്കിൽ അതിന് 2 ഫാക്ടേഴ്സ് ഉള്ളൂ. ശരിയല്ലേ? 2 ഫാക്ടേഴ്സ് ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആണ്. 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇഫ് കൗണ്ടിലാണ് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കിടക്കുന്നത്. സോ ഇഫ് കൗണ്ട് ഈക്വൽ ടു 2, അതായത് 2 ഫാക്ടേഴ്സ് ഉള്ളൂ എങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ദ നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് അല്ല. നമ്മൾ എന്ത് ഡിസ്പ്ലേ ചെയ്തു? ദ നമ്പർ ഈസ് പ്രൈം നമ്പർ. നമ്പർ ഈസ് പ്രൈം നമ്പർ എന്ന് കൊടുത്തു. ബാക്കിയൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, ദ നമ്പർ ഈസ് പ്രൈം നമ്പർ എന്ന് കൊടുത്തു. ഓക്കെ, ഇതല്ല എങ്കിൽ അത് കൗണ്ട് ഈക്വൽ ടു 2 അല്ല, അതായത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 2 അല്ല എങ്കിൽ നമ്മൾ എന്ത് ഡിസ്പ്ലേ ചെയ്യും? സി ഔട്ട് ദ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ അല്ല എന്നുള്ളത് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നോക്കി. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 2 ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആണെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 2 അല്ല എങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ദ നമ്പർ ഈസ് നോട്ട് എ പ്രൈം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു. ദ നമ്പർ ഈസ് നോട്ട് എ പ്രൈം. ടെർമിനേറ്റിംഗ് ക്യാരക്ടർ ഒരു സെമിക്കോളൻ അവിടെ മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോറി, ഇവിടെ സെമിക്കോളനായതിനു വേണ്ടി മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു.
കമ്പയർ ചെയ്യുമ്പോൾ എറർ ഒന്നുമില്ല. റൺ ചെയ്യുന്നു. എന്നുള്ള നമ്പർ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ആർ ദ നമ്പർ ഈസ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാക്ടേഴ്സ് ആർ എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല, ഈ ലൈന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ കമൻറ്റ് ചെയ്ത് കൊടുക്കണം. ആ ലൈൻ്റെ ആവശ്യം നമുക്കില്ല. ഞാൻ കൂടി ക്ലിയർ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ഓക്കെ, 5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഈസ് എ പ്രൈം നമ്പർ എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അല്ല, ഇനി ഞാൻ കൊടുക്കുന്നത് 6 ആണെങ്കിൽ ദ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നേരത്തെ കൊടുത്ത 1 2 5 6 5 എന്നുള്ള നമ്പറാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ സിമ്പിൾ മാതൃകയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസിക്സ് ആണ്. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു, ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ പ്രൈം നമ്പർ ഡിസ്പ്ലേ ചെയ്യല്ല വേണ്ടി വരാം. സാധാരണഗതിയിൽ ഇത് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരുന്നത് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ് പ്രൈം നമ്പർ, ബാക്കി ഇതിനെ കുറിച്ചുള്ള, ഇപ്പോൾ നമുക്ക് എന്താണ് മോഡുലസ് ഫംഗ്ഷൻ, എന്താണ്, എങ്ങനെയാണ് മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വിചാരിക്കുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ എന്നിൻ്റെ ഫാക്ടർ ആണോ ഐ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മതി, ഇഫ് എൻ മോഡ് ഐ ഈക്വൽ ടു 0 എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ ഫാക്ടർ ആണോ ഐ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിലൂടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ താങ്ക് യു.